പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് ഇപ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം ശുശ്രൂഷ സംവദിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും എല്ലാ ശ്രോതാക്കളേക്കും ഏറ്റവും കൃത്യമായ വിധത്തിൽ നവവത്സരത്തിന്റെ ആശംസകൾ ധ്യാന മന്ദിരത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. നമുക്കിതാ കർത്താവ് ഈ ആമുഖമായ വചനം തരുന്നു. കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ഇന്ന് വിവിധങ്ങളായ ഇടവകകളിൽ പാരിഷ് മിനിസ്ട്രി നടത്തി, കൺവെൻഷൻ നടത്തി, ഏകദിനങ്ങൾ നടത്തി, അപ്പസ്തോലന്മാരായും അതുപോലെ തന്നെ ആത്മരക്ഷയുടെ അധ്വാനിക്കുന്നവരുടെ ഇടവകകളിൽ നിന്നും തറവാടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരോടുമായിട്ട് പറയുന്നു, കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ജ്ഞാനം 3:9. ഈ വചനശക്തിയാൽ നമുക്ക് സൗഖ്യത്തിന്റെ അനുഭവ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി സാക്ഷ്യം നൽകുന്നത് ജൂലിയസ് ജോയ്. എൻ്റെ പേര് ജിൻസി ജോയ്, സ്ഥലം പുതുക്കാട്. ഇവിടെ വന്ന് എല്ലാ വെള്ളിയാഴ്ചകളും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 8 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി അപ്പസ്തോലനാവാൻ നേരുകയും ചാവറ പിതാവിനോട് പ്രത്യേകമായ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 8 വർഷങ്ങൾക്ക് ശേഷം ഒരു കൺവെൻഷൻ അപ്പസ്തോലനായി തീരുകയും ചാവറ സ്മൃതി മണ്ഡപത്തിൽ വന്ന് നിരന്തരമായി പിതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇതാ 8 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കുഞ്ഞിനെ കൂടി നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ പേര് ജൂലിയസ് ജോയ്. ഒന്ന് കൈകളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീര് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്. ചേച്ചിക്ക് ഒരു കുഞ്ഞനുജനെ കിട്ടിയ സന്തോഷവുമായിട്ട് യാത്രയാ. സാക്ഷി നൽകുന്നു ബിജീഷ്. എൻ്റെ പേര് ബേബി, സ്ഥലം മറ്റം. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകന് ശ്വാസകോശത്തിലെ ട്യൂമറായിരുന്നു. തിരുവനന്തപുരം RCCയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. 4 കീമോതെറാപ്പിയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. 3 മാസക്കാലം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കി. ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ജെറുസലേമിൽ രോഗം സൗഖ്യമായാൽ ജെറുസലേം നാഥൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ജെറുസലേം പട്ടത്തച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥനയ്ക്കായി വന്നിരുന്നു. അങ്ങനെ അച്ഛൻ, ഈശോയെ അങ്ങയുടെ തിരക്തം കൊണ്ട് എന്നെ കഴുകി വിശദീകരിച്ച് എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അച്ഛൻ വെളിച്ചെണ്ണ തന്നിരുന്നു. അതിൽ മുക്കി മോൻ്റെ നെറ്റിയിലെ 101 പ്രാവശ്യം കുരിശടയാളം വരച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് ജനങ്ങൾ, സഹോദരങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നിരുന്നു. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സ്കാനിങ്ങിനായി പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ട്യൂമർ ചെറുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. ചെറുതായിരിക്കുന്ന ട്യൂമർ സർജറി ചെയ്ത് കളയാനായിട്ട് ഞങ്ങൾ ചിത്ര ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ട്യൂമർ വളരെ ചെറുതായിരിക്കുന്നത് മൂലം ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ RCCയിലേക്ക് തിരിച്ചയച്ചു. അവിടെ ചെന്ന് ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏതായാലും എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിങ് ഉണ്ട്. ഒരുപാട് ചിലവുള്ള സ്കാനിങ് ആണ്. ആ സ്കാനിങ്ങിൽ ചെയ്തു വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടെ പോയി സ്കാൻ ചെയ്തു. തിരിച്ചു വന്ന റിസൾട്ടുമായി RCCയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ക്യാൻസറിൻ്റെതായ യാതൊരു അണുക്കളും ഇപ്പോൾ മോൻ്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത്. ഒന്ന് ശ്രദ്ധിക്കുക. എത്രയോ ബഹുദൂരം സഞ്ചരിച്ച് ഒരു രോഗത്തിൽ നിന്ന് രോഗശാന്തിയിലേക്ക് കടന്നു വന്നതിന്റെ ഒരു നാൾ വഴിയാണ് കേട്ടത്. ട്യൂമറായി അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓപ്പറേഷന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നീടും അതിനകത്ത് വളരെ ചെറുതായതുകൊണ്ട് വേറെ ഒന്നുകൂടിയും അതിന്റെ മൈന്യൂട്ടായിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീണ്ടും ഒരു സ്കാനിങ് നടത്തി. ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിന്റെ ഫൈനൽ രൂപമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ബിജീഷ് എന്ന് പറയുന്ന മകന്റെ ശരീരത്തിൽ ട്യൂമറിന്റെയോ ക്യാൻസറിന്റെ രോഗാണുക്കൾ ഇല്ല എന്നും
ഓപ്പറേഷൻ വേണ്ടാമെന്നും പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചുമുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. ഒന്ന് കൈകളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ, കാര്യങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു മേരി. എൻ്റെ പേര് മേരി, വീട് മുണ്ടത്തിക്കോട്. 9 വർഷമായി ഞാൻ ഒരു ആഗ്രഹം ജെറുസലേം നാഥന്റെ കരങ്ങളിൽ സമർപ്പിച്ചിരുന്നു. സമർപ്പിച്ചതിന് ശേഷം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. ആഗ്രഹം ഇതായിരുന്നു, ഞങ്ങൾക്ക് ഒരു ടെറസ് വീട് ഉണ്ടാക്കി തരണമെന്ന്. ജെറുസലേം നാഥൻ 3 ബെഡ്റൂമുള്ള നല്ലൊരു ടെറസ് വീട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. നവംബർ 11-ാം തീയതി ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. ജെറുസലേം നാഥന് 1000 നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് മിണ്ടാണ്ട് നിന്നത്. 21 വർഷക്കാലം മുണ്ടത്തിക്കോട് ദേശത്ത് നിന്ന് ഒരു പറ്റം ആളുകളെ കൊണ്ടുവരുന്ന ഒരു ദുർബലയായിരിക്കുന്ന സ്ത്രീയാണ് നിങ്ങൾക്ക് തോന്നും. കണ്ടു കഴിഞ്ഞാൽ പറയാൻ വെക്കയില്ല, കണ്ടു കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് 20,000-ത്തിലധികം ആളുകളെ ഈ കഴിഞ്ഞ വർഷക്കാലം കൊണ്ട് ഈ ധ്യാന മന്ദിരം കൊണ്ടുവന്ന ഒരു ധീര വനിതയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ തനിച്ചൊക്കെ വരുന്ന, ഇന്ന് ചുള്ളിയിൽ നിന്നും കുറ്റൂരിൽ നിന്നും അതുപോലെ കരിങ്കയത്തു നിന്നൊക്കെ ആളുകളോട് എത്തിച്ചേർന്നായിട്ട് മംഗലം ഡാമിൽ നിന്നും എത്തിച്ചേർന്നത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്ന് ഈ കുടുംബം മുഴുവൻ ഇവിടുത്തെ പ്രേക്ഷിതയാണ്. ഇവിടുത്തെ 3 പേരും, ഇവിടുത്തെ ചേച്ചി, അനുജത്തി 3 പേരും വചനക്കൂടാരത്തിന്റെ ആരംഭഘട്ടങ്ങൾ തുടങ്ങി വന്നതിന് ദൈവം ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒരു കൊച്ചു വീട്ടിലിരുന്ന് മെഴുകുതിരി കത്തിച്ച് ജാഗരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഇന്ന് തീപിടുത്തമുണ്ടാകാതെ ആ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കാനും ജനകോടികൾക്ക് പ്രാർത്ഥിക്കാനും മേരിക്ക് അവസരം, ഒരു ഭവനം കിട്ടി എന്ന സന്തോഷം സാക്ഷ്യം പറഞ്ഞ് കേട്ടപ്പോൾ നമ്മൾക്കൊക്കെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്താൽ നമ്മുടെ ആവശ്യത്തിൽ ഇടപെടുന്ന കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം തരികയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നടക്കുന്ന കണ്ട ഈ ആളുകളെ കൊണ്ടുവരുന്ന പ്രേക്ഷിതയാണെന്ന് അറിയോ? എനിക്ക് ആരോഗ്യമില്ല, പണമില്ല, വിളിച്ചവരുന്നു നടന്നു പോകണം. നോക്ക്, വീടാന്തരം തോറ് കടന്ന് ഇങ്ങി വരിക, കർത്താവിന്റെ പക്കൽ വരാൻ പറഞ്ഞു പോകുന്ന ഒരു പാവം ഒരു സ്ത്രീരത്നം. സാക്ഷ്യം നൽകുന്നു ജോവേൽ. മൈക്കിന്റെ അടുത്ത് നിന്നിട്ട് പറയുക, നമ്മളിത് എല്ലാവരും കേൾക്കണം. ലോകത്ത് 21 രാജ്യങ്ങളിൽ ഇരുന്ന് ഇത് കാണുകയാണ്, കേൾക്കുകയാണ്. എൻ്റെ പേര് സോംസിയ ജോയ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മൂത്ത മോൻ ജോയ് ഉണ്ടായതിന് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് 2ാമത്തെ മോൻ ഉണ്ടായത്. അത് സ്കാൻ ചെയ്തപ്പോൾ ഉണ്ണിക്ക് അരയ്ക്കുന്ന് കീഴ്പ്പെട്ട് തളർന്നതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനൊരു കുഴപ്പമില്ലാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് 6 മാസം ആകുമ്പോഴേക്കും 3ാമത്തെ കുട്ടി ഉണ്ടായി. അവൾക്ക് തലയിൽ ട്യൂമറായിരുന്നു എന്നാണ് പറഞ്ഞത്. അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് മിഠായി തന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ അത് നീർക്കെട്ടാക്കി മാറ്റി തന്നു. പിന്നത്തെ പ്രാവശ്യം വന്ന് സ്കാനിങ്ങിന് പോകുമ്പോഴേക്കും പ്രാർത്ഥിച്ച് അച്ഛനോട് നിന്ന് മിഠായി മേടിച്ച് കഴിച്ച് ഒരു മെഴുതിരി കത്തിച്ച് യേശു വാങ്ങിയിട്ട് തിരത്താൽ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലത്തെ നീർക്കെട്ട് മാറ്റി തരണമെന്ന് 13 പ്രാവശ്യം ചൊല്ലി കുരിശ് വരച്ച് പോവാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 99% മന്ദബുദ്ധിയായിരുന്ന ഈ കുട്ടിയെ 1% നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു എനിക്ക് തന്നിരിക്കുന്നു എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പൊക്കോന്ന് പറഞ്ഞു എന്നോട്. ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു കുടുംബ വർഷത്തിന്റെ കുടുംബ ദിനത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു കുടുംബമാണ് ഇവിടെ നിൽക്കുന്നത്. പലവിധ അരയ്ക്ക് കീഴെ തളർന്നുപോയി ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അതൊരു പക്ഷെ അബോഷനാക്കി കളയാൻ, തലയിൽ നീർക്കെട്ട്, ഇനി രക്ഷയില്ല, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റായ തീരുമാനത്തിനുപരിയായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇന്ന് 3 മക്കളെയും ദൈവത്തിന് സമർപ്പിച്ചത്. അതിന്റെ സ്കാൻ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. സ്കാൻ ചെയ്തത്
അബോർട്ട് ചെയ്ത് കളഞ്ഞില്ല എങ്കിൽ വലിയ ട്രാജഡിയാണ് വരാൻ പോകുന്നത് എന്നുള്ള വലിയ ഇതുകളാണ് കണ്ട് പേടിച്ചത്. കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ഈ വലിയ സാക്ഷിയുമായി ഈ കുടുംബദിനത്തിൽ വന്ന പ്രത്യേകമായിരിക്കുന്ന ജോവൽ കുഞ്ഞിനോടും അതുപോലെ പേരുകൾ എന്തെന്ന്, അവരുടെ പേരുകൾ എന്തെന്ന്, പേരുകളെന്ന് പറഞ്ഞ്. ജോയൽ ജോയ്, ജോവൽ ജോയ്, ജോഹൽ ജോയ്. അപ്പോ ഓക്കെ, ജോഹലും ജോവലും ഒക്കെയാണ് ഒരു കുടുംബത്തിന് കർത്താവ് നൽകിയ സ്നേഹ സമ്മാനമാണ്. നമുക്ക് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള അസ്വസ്ഥ മാതാപിതാക്കളുണ്ടാകും. പക്ഷെ ഇവിടേക്ക് കടന്നു വന്ന് അച്ഛൻ കൊടുത്ത ഒരു മിഠായി പോട്ടെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കടലാസ്, ഒരു മെഴുകുതിരി, നിലവിളിക്കല എണ്ണ, ഏറ്റവും നിസ്സാരമായ കാര്യത്തിലൂടെ അത്ഭുതാവഹമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ വലിയ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു നിഷ. എൻ്റെ പേര് നിഷ, സ്ഥലം കല്ലൂര്. ഞാൻ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ചേട്ടൻ ജോലി സ്ഥലത്ത് വെച്ച് തല കറങ്ങി വീണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ തലയില് മുഴയാണെന്ന് പറഞ്ഞു. അങ്ങനെ തലയില് മുഴയാണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്തപ്പോ പറഞ്ഞു ട്യൂമറാണ്. അത് ട്യൂമറാണെന്ന് പറഞ്ഞു, മുഴയല്ല ട്യൂമറാണെന്ന് പറഞ്ഞു. അത് ആള് ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും കിട്ടി കഴിഞ്ഞാൽ തളർന്നു പോകുന്നു പറഞ്ഞു. 10% മാത്രം ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അനിയൻ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചപ്പോ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു, ദിവ്യവൈദ്യന് ഔഷധമായി യേശു ഈ മകനിൽ വന്ന് നിറയണമേന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു കൈ തളർന്നു പോയെങ്കിലും ആളെ ജീവനോടുകൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ കൈ പഴയതുപോലെ ഉയർത്തി തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ 4 മാസമായി. റിസൾട്ട് കിട്ടിയപ്പോൾ നോർമലാണെന്ന് പറഞ്ഞു. ദൈവത്തിന് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, മുഴ അത് ട്യൂമറാണെന്നും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നീട് ജീവൻ തിരിച്ചു കിട്ടുകയില്ല എന്നും ഒരു ജീവച്ഛവം പോയി കിടക്കേണ്ടി വരുമെന്നുള്ള ഭയവുമായിട്ടാണ് ഈ കുടുംബത്തിലേക്ക് ജെറൂസലം വചനകൂടാരത്തിൽ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകിയതാണ്. ഇന്നിതാ പേരെന്തെന്ന ജോബി ഇവിടെ നിൽക്കുമ്പോൾ, എവിടെ ഓപ്പറേഷൻ ചെയ്തത്? എവിടെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന. ഇനി ഓപ്പറേഷന്റെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല അവിടെ. അത്രമാത്രമല്ല, ഒരു വലിയ ഓപ്പറേഷനാണ് തലയിൽ നടന്നിരിക്കുന്നത്. കൈ തളരും, കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കില്ല എന്ന് പറയുന്ന ജോബിയാണ് മൊബൈൽ കർത്താവിന്റെ വലിയതായിരിക്കുന്ന സ്നേഹം കൊണ്ട് നിറയുവാനായിട്ട് കർത്താവ് ഇടവരുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ജോബി, ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. സംസാര ശക്തി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോബിയാണ് സംസാരിക്കുന്നത്. യേശുവെ നന്ദി എന്ന് പറഞ്ഞ്. യേശുവെ നന്ദി. കൈകൾ ഉയർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സഹോദരന്റെ കൈയാണ്. കൈയൊന്ന് ഉയർത്തിയ 2 കൈകളും ഉയർത്തുകയാണ്. നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ജോബിയാണ് നിൽക്കുന്നത്. ആ കൊച്ചുമകളുടെ സാക്ഷ്യം കേട്ടില്ലേ? കൈ തളർന്നാലും കണ്ണ് കണ്ടില്ലെങ്കിലും ജീവനോടെ കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥന വന്നിരുന്ന നിഷയ്ക്കും ജീവിത പങ്കാളിക്കും ചേട്ടന് പൂർണ്ണ ആരോഗ്യത്തോട് തിരിച്ചു കിട്ടിയ അനുഗ്രഹപ്രദമായ സാക്ഷ്യമാണ് കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെയും മഹത്വപ്പെടുത്താം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു ജോസഫ് ഡേവിസ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു. എൻ്റെ അനുജത്തിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവൾക്ക് 2 പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് 3ാമതൊരു ആൺകുട്ടിക്ക് വേണ്ടി കഴിഞ്ഞ വർഷത്തെ അപ്പോസ്തലനിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. 6 മാസം കഴിഞ്ഞപ്പോഴത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് വളർച്ചയില്ലെന്നും അവൾക്ക് ഭയങ്കര BP ആണ്, ശ്വാസം മുട്ടൊക്കെ തുടങ്ങി. ആ നേരത്ത് അവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന്
കുഞ്ഞിനെ കൊണ്ടൊന്ന് സാക്ഷ്യം പറയാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മെയ് 19 ഡേറ്റ് പറഞ്ഞ കുട്ടിക്ക് ഏപ്രിൽ 9-ാം തീയതി പ്രസവിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 9 വർഷങ്ങൾക്ക് ശേഷം കൺവെൻഷൻ അപ്പസ്തോലൻ ചേർന്നതിന്റെ ഫലമായി ഇതാ ഒരു സ്നേഹത്തിന്റെ ഓർമ്മയുമായിട്ട് ഇതാ വന്നിരിക്കുകയാണ് ജോസഫ് ഡേവിസ്. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ബലിപീഠങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. 2 പെൺകുട്ടികൾക്ക് ശേഷം ഒരു കുഞ്ഞാങ്ങളെ കിട്ടിയ സന്തോഷമാണ്. 2 അനുജത്തിമാർ. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ നന്ദി പറയും. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. രക്ഷകൻ നാമത്തില്. രക്ഷകൻ നാമത്തില്. രക്ഷകൻ നാമത്തില്. പ്രിയപ്പെട്ടവരെ, നീ നിലവിളിച്ചാൽ കർത്താവ് അത് കേൾക്കും. നീ കണ്ണീർ തൂകിയാൽ ആ കണ്ണുനീർ വീഴുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് നിനക്ക് ഉത്തരം വരളും. അതിന്റെ വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. ഒരിക്കൽ കൂടി കൈയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു ഷിബി സുജോ. എൻ്റെ പേര് ഷിബി സുജോ. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ഡിസംബറിൽ വെക്കേഷൻ ഞങ്ങൾ എത്തിയതാണ്. ഞാൻ ഇവിടുത്തെ ലൈവായിട്ടും ഒരു ദിവസം പോലും ഞങ്ങൾ ആരും മുടക്കാറില്ല. രാവിലെ 7 മുതൽ കുട്ടികൾ വരുന്നത് വരെ ഇവിടുത്തെ ടി വിയിൽ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. അതുപോലെ എനിക്ക് ഒരു 5 വർഷമായിട്ട് ഇത് ഭയങ്കരമായിട്ട് നടുവേദനയായിരുന്നു. നടുവേദന കാരണം സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് അതികഠിനമായ വേദനയായി. ഒക്ടോബറിൽ വയറെല്ലാം വീർത്ത് എങ്ങനെ നമ്മുടെ ബോഡി പഴുക്കുന്ന ആ വേദനയായിരുന്നു എൻ്റെ വയറ്റിൽ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, കുനിയാൻ വയ്യ, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒക്ടോബർ 12-ാം തീയതി ഞങ്ങൾ രാത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറാകുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ദിവ്യവൈദ്യന് ഔഷധമായി ഈശോയെ നീ എന്നിൽ വന്ന് നിറയണമേ എന്ന് അച്ഛൻ പറഞ്ഞു. 7 പ്രാവശ്യം വേദനയുള്ള ഭാഗത്ത് കുരിശു വരച്ച് ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണ ഞാൻ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഭേദമായി. പിന്നെ ഇവിടുത്തെ കൺവെൻഷനിൽ 3 ദിവസത്തെ കൺവെൻഷനിലാണ് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കഥപ്പ്. അപ്പോൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് വേണ്ടി പോയി. അപ്പോൾ എൻ്റെ അടുത്ത ബ്രസ്റ്റിൽ എനിക്ക് 1 മാസമായിട്ട് ഈ വണ്ണത്തിൽ എൻ്റെ ഒരു വെയിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയിനായിട്ട് നീരായിട്ട് ഇരിക്കുവാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചു. ഈ ടി വിയിലൂടെ പ്രോഗ്രാമിലൂടെ ഈ റിസൾട്ട് വരുന്നത് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് പ്രഷർ മാത്രം കൂടിയിട്ടുണ്ട്, ബാക്കി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയിലൂടെ എൻ്റെ ബ്രസ്റ്റിൽ പൂർണ്ണമായി എനിക്ക് രോഗസൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് അവിടെ ഒരു അഡ്മിഷനും കിട്ടുന്നില്ല. LKGയിലേക്ക് എല്ലാ ഫയലും ക്ലോസ് ചെയ്തു. എവിടെ ചോദിച്ചാലും 360 കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പറയുന്നത്. അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കൊന്ത ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊന്ത ചെല്ലി. ഡിസംബറിലെ അച്ഛൻ്റെ കുർബാനയുടെ പ്രസംഗത്തിന്റെ ടൈമിൽ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു പറയുവാണ്, ആ കുട്ടിക്ക് മോൾക്ക് ഏറ്റവും നല്ല അവിടുത്തെ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. ഈ ജെറുസലേം നാഥനിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ദൈവത്തിന്റെ അനുഗ്രഹം തരുന്നുണ്ട്. അതിനായി ഒത്തിരി നന്ദി. പട്ടത്തച്ഛനെയും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരെയും ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കുവൈറ്റിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഇതൊരു ഭാഗ്യമാണ് സുജോ കിട്ടിയിരിക്കുന്നത്, ഷിബിക്ക് കിട്ടിയിരിക്കുന്നത്. വിദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ജെറുസലം വിഷൻ TV കണ്ട് അത്ഭുതകരമായ വ്യക്തിസൗഖ്യം പ്രാപിച്ചത്. ഒരൊറ്റ വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതം തുടങ്ങി മധ്യാഹ്നം ഉച്ചവരെ 3:30 മണി വരെയുള്ള സമയത്ത് ആ TV മുമ്പിൽ നിന്ന് മാറാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ശരിക്കും പറഞ്ഞാൽ ജെറുസലമിന്റെ പ്രേക്ഷിത കുടുംബമാണ് ഈ നിൽക്കുന്നത്. പേരെന്തെന്ന് ഉറക്കനെ പറയും. Angelo Sujo. Which class you are studying, please? Third. Third standard. And your name? Alan K. Sujo. Which class you are studying? Fourth. ഇവർ ഞങ്ങളുടെ പപ്പായുടെ ഒരുപാട് ജോലിയിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്. ഒത്തിരി ദൈവം ഇവിടുന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന മെഴുകുതിരി കത്തിച്ച് വെച്ച് എപ്പോൾ കുർബാന ഞാൻ ഇവിടുത്തെ തീരുന്നതോ അതുവരെ ആ മെഴുകുതിരി അവിടെ കത്തിക്കൊണ്ടിരിക്കും. എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിദേശത്ത് 23 രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാണുകയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കോട്ടെ, ഈ കുടുംബ സംഗമത്തിൽ ഇത് തീരുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കണ്ണുനീര് ദൈവത്തിന് മുമ്പിൽ പൊഴിക്കുക. ദൈവം അത്
രൂപാന്തരപ്പെടുത്തി നിന്റെ കരങ്ങൾക്ക് തരും. ഈ അത്ഭുതകരമായിരിക്കുന്ന ജെറുസലേം വിശ്വം നടന്നിരിക്കുന്ന ഈ അത്ഭുത സാക്ഷ്യത്തിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ ഓർത്ത് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു അജിൽ സഞ്ജിയോ. എൻ്റെ പേര് സിനി, സ്ഥലം വെള്ളാനിക്കോട്. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവന് 8 വർഷമായി അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. പല ഭക്ഷണ സാധനങ്ങളും അവന് കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മേലൊക്കെ അലർജിയുടെ വയ്യായിക ഉണ്ടാവും. ഇവിടെ വന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന സാക്ഷ്യത്തിൽ രോഗശാന്തിക്ക് വേണ്ടി പറയുന്ന പ്രാർത്ഥന, ദിവ്യവൈദ്യനും ഔഷധവുമായി യേശുവേ എന്നിൽ വന്ന് നിറയണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന അവന് പറഞ്ഞു കൊടുക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ അവൻ ഞങ്ങൾക്കത് ചൊല്ലിത്തരികയും ഞങ്ങളത് ഏറ്റു ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായി 1 വർഷമായി ഒരു മരുന്നും ചെയ്യാതെ തന്നെ അവൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അവനിപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കാം. യാതൊരുവിധ അലർജിയുടെ ഒരു ബുദ്ധിമുട്ടും അവനില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന്റെ അലർജി, കാറ്റിന്റെ അലർജി, എന്ത് നിസ്സാരമായ അലർജി, അതുകൊണ്ട് ജീവിതം തന്നെ വളരെ ദുസ്സഹമായി തീർന്ന അവസരത്തിലാണ് അജിൻ സാജിയോ ഇവിടെ വരാനിടയായിത്തീരുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു രോഗത്തിന്റെ പീഡകളുമില്ല എന്ന് അമ്മ സാക്ഷ്യം നൽകുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു സുഷ വിൻസെന്റ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുഷ വിൻസെന്റ്. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ സ്ഥലം മുക്കാട്ടുകരയാണ്. അമ്മ ചെന്നൈയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 4-ാം തീയതി അമ്മ കുർബാനയും കൊന്തയും പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയ്ക്ക് ശക്തമായ തലവേദനയും പെട്ടെന്ന് ചോര ഛർദ്ദിക്കുകയും ചെയ്തു. ഉടനെ ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു അത് സബ്റെറ്റിനൽ ഹെമറേജ് ആണ്, റിക്കവറി വളരെ പ്രയാസമാണ് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. എനിക്ക് വളരെ പ്രയാസമായ ഉടനെ ഞാൻ പട്ടത്തച്ഛനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പട്ടത്തച്ഛൻ പറഞ്ഞു, ദിവ്യവൈദ്യനും ഔഷധവുമായി ഈശോയെ അങ്ങ് ഈ തിരുരക്തം കൊണ്ട് അമ്മയെ കഴുകി വിശദീകരിച്ച് സുഖപ്പെടുത്തണമേ, പൂർണ്ണമായും സുഖപ്പെടുത്തണമേ എന്ന് 101 പ്രാവശ്യം ICUവിൻ്റെ വെളിയിൽ നിൽക്കുന്ന എല്ലാവരും ദിവസവും പ്രാർത്ഥിക്കുക. ഒരു കുഴപ്പവും വരില്ല, അമ്മ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന് പട്ടത്തച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ജെറുസലേമിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ സന്തോഷ് ബ്രദറിന് ഒരു മെസ്സേജ് കിട്ടി. എന്നോട് പറഞ്ഞു, മോള് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു. അന്നൊക്കെ അമ്മ വളരെ ആക്റ്റീവായിട്ട് നടക്കുകയായിരുന്നു. എനിക്ക് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഉടനെ ഞാൻ സന്തോഷ് ബ്രദറിനെയും വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മ ഇങ്ങനെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത കാര്യവും ഹെമറേജ് ആയ കാര്യമൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ സന്തോഷ് ബ്രദർ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനം മത്തായി 15:28 നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിനക്ക് സംഭവിക്കും, ഈ സമയം മുതൽ നിന്റെ പുത്രി സുഖപ്പെട്ടിരിക്കുന്നു എന്ന വചനം ബ്രദറിന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടി. കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കർത്താവിന്റെ അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹം കർത്താവിന്റെ വചനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ദൈവം നമുക്ക് തരാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ കരഞ്ഞ് കർത്താവിനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാണ് രോഗിക്ക് സൗഖ്യം കിട്ടുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തോടെ നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തെ മകത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ജനുവരി മാസമാണ് നമ്മൾ ഇങ്ങനെ ഒരു മാഗസിൻ്റെ ഒരു ജെറുസലേം ദൈവരാജ്യം ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു കെട്ടാണ്. ആ കെട്ടിനകത്ത് നമ്മൾ 10 രൂപ നമ്മൾ കൊടുക്കണം. നമ്മൾ ഒരെണ്ണത്തിന് നമുക്ക് 6.20 വരുന്നത്. ചിലർ വിദേശത്ത് തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഹാഫ് ചാർജ് പോലുമില്ല. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിക്കണം. ഓരോരുത്തരും ഒരെണ്ണമെങ്കിലും വാങ്ങിക്കണം. 10 രൂപയല്ലേ വാങ്ങിക്കണം. കൊണ്ടുപോയി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സൗമനസ്യം കാണിക്കണം. SLC+2 കുട്ടികളുടെ പഠന പരീക്ഷ വിജയത്തിന്റെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് നിങ്ങളുടെ പക്കൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് കുട്ടികളുടെ ധ്യാനം എന്ന് തുടങ്ങുന്നു,
എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛൻ അറിയാം. എന്നാണ് കുട്ടികളുടെ ധ്യാനം? മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 250 പേർക്കാണ് സീറ്റ് ഉണ്ടാകുക എന്ന് കുടുംബദിനമായതുകൊണ്ടാണ് എല്ലാവരും അറിയാൻ. അവസാന നിമിഷം വന്ന് അങ്ങനെ ബുക്കിംഗ് അവിടെ ഉണ്ടാകുകയില്ല. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാനൊരു സൗകര്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യും. ആവശ്യമുള്ള മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ താല്പര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സാക്ഷ്യം നൽകുന്നു സിസ്റ്റർ എഡ്വിൻ CHF. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ എഡ്വിൻ. ഞാൻ വരുന്നത് കുഴിക്കാട്ടുശ്ശേരി ഹോളി ഫാമിലി കോൺവെന്റിൽ നിന്നാണ്. ഞങ്ങളുടെ മഠത്തിലെ വരാന്തയിലെ മുറ്റത്തൊക്കെ കുറേ കൊല്ലങ്ങളായി എപ്പോഴും പാമ്പിനെ കാണും ഇടയ്ക്കിടയ്ക്ക്. വരാന്തയിലും മുറ്റത്തും ഒരു പാമ്പല്ല, ധാരാളം പാമ്പിനെ കാണുമായിരുന്നു. എന്നിട്ടോ അപ്പൊ എല്ലാവരും പേടിച്ച് എപ്പോഴും ടോർച്ചൊക്കെ കൊണ്ടാണ് നടക്കുക. കുറച്ച് വൈകിയാൽ ടോർച്ച് കൊണ്ട് നടന്ന പാമ്പ് ഓടിപ്പോവോ? എന്നിട്ട് 2-3 മാസം മുമ്പ് ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ അവിടെ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥന നടത്തി. കൂടാതെ സെയിന്റ് ലൂക്കാസ് സുവിശേഷത്തിലെ 10-ാം അധ്യായം 19-ാം വചനം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുക്കളുടെയും സർവശക്തിയുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിനക്ക് ഞാൻ അധികാരം തരുന്നു എന്ന സുവിശേഷ വചനം 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ചുമരിൻ്റെ പുറത്തെ എല്ലാ കോർണറുകളിലും 3 കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം ആ ശല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ചില സിസ്റ്റേഴ്സിന്റെ ഇവിടെ വന്നിട്ട് പാമ്പിന്റെ അതിശക്തമായിരിക്കുന്ന ശല്യമുള്ള ഒന്ന് കരങ്ങൾ പൊക്കി കാണിച്ച് വീടിന്റെ ചിലപ്പോൾ പായ തുറക്കും, പായയുടെ ഉള്ളിൽ ഇരിക്കുക അല്ലേന്ന് അങ്ങനെയുള്ള ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എന്നിട്ടൊന്ന് കൈ പൊക്കി കാണിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ബന്ധനമാണത്. അത് ഇത്രയും പേരുടെ വീട്ടിൽ നിന്ന് പാമ്പ് പോകണില്ലേ? എല്ലാവരും ഒന്ന് ഇവർക്കൊന്ന് ബന്ധിച്ച് എങ്ങനെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങണേ? എൻ്റെ സിസ്റ്റർ ഇവിടെ ഹോളി ഫാമിലി കോൺഗ്രേഷൻ അവിടെയുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്, രഹസ്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പാമ്പിന്റെ ശല്യം കൊണ്ട് സിസ്റ്റർമാരാകെ പേടിച്ച് വരണ്ടിരിക്കുക. അങ്ങനെയാണെന്ന് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പീഡയാണ്. നിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ തരുന്ന ഒരു പീഡയാണ്. അതിനെ വിശ്വാസത്തിന്റെ ആയുധം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അതിന് പ്രത്യേകമായ വിധത്തിൽ പാമ്പിന്റെ ശല്യമുള്ള എല്ലാ വ്യക്തികളോടും ഒന്നാമതായിട്ട് വിശുദ്ധ ഗബ്രിയേലിന്റെ ഒരു കൊച്ചു പിക്ചർ കിട്ടും. അത് 3 പ്രാവശ്യം വായിച്ച് നിങ്ങളുടെ പ്രവേശന കവാടത്തിലും അതുപോലെ തന്നെ പിന്നിലുള്ള വാതിലിന്റെ അവിടെയും അത് വെക്കുക. രണ്ടാമത്, എല്ലാ ദിവസവും ഇന്ന് തുടങ്ങിയിട്ട് 7 ദിവസം വീടിന്റെ മുൻവശത്ത് കുരിശടയാളം വരയ്ക്കുക. കുരിശ് പിശാച് പേടിക്കുന്നതാണ്. ഈ പാമ്പ് എന്നൊക്കെ പറയുന്നത് പിശാചിന്റെ മറ്റൊരു വകഭേദമാണ്. ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഉരക ജന്തുക്കൾ അത് കാട്ടിലാണ് താമസിക്കാൻ, വീട്ടിലേക്കല്ല വരേണ്ടത്. കാട്ടിലുള്ളത് നാട്ടിലേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത് അതൊരു പീഡയാണ്. നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളുടെ കുടുംബത്തിൽ നിന്ന് പാമ്പിന്റെ ശല്യം, ചിലപ്പോൾ മൂട്ട, ചിലപ്പോൾ ചില വിധത്തിലെ കൊതുക്, ചില പകർച്ചവ്യാധിയുടെ ചില ശല്യങ്ങളുള്ള ചില ഭവനങ്ങളുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ശല്യപ്പെടുത്തുന്ന പാടമ്പിനകത്ത് വിള നശിപ്പിക്കാൻ വരുന്ന ചാഴി, ഇങ്ങനെ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ശല്യങ്ങളുമായിട്ട് നമ്മൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിസ്റ്ററോട് ചേർന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇരിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സിസ്റ്ററെ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തുകൊണ്ട് 100 കണക്കിന് മക്കളുടെ കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പാമ്പിന്റെയോ തവളയുടെയോ അതുപോലെ തന്നെ മൂട്ടയുടെയോ എരുമ മൂട്ടയുടെയോ ഏതെങ്കിലും ശല്യത്തിൽപ്പെട്ട് കഴിയുന്ന ഈ കുടുംബത്തിലെ നിന്ന് തിന്മയുടെ ദുരാത്മാക്കൾ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ വരങ്ങളാലേ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ അർപ്പിക്കാൻ പോകുന്ന ദിവ്യയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധന കെട്ടുകൾ ഇപ്പോൾ അഴിയട്ടെ. യേശു നാമത്തിൽ കൽപ്പിക്കുന്ന പിശാചേ, നീ വിട്ടുപോകുക. ഈ മക്കൾ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങട്ടെ. യേശുവിന്റെ വില തീരാത്ത ദിവ്യരക്ത യോഗ്യതയാൽ വിശദീകരിച്ച് വെഞ്ചരിച്ച് ആശ്വസിച്ച് ഊഷ്മ ചെയ്ത് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. രക്ഷകൻ